കുറിച്ച് പറയുമ്പോൾ എനിക്കൊട്ടും ഫോർമൽ ആവാനായിട്ട് സാധിക്കില്ല. കാരണം സാർ എൻ്റെ ഗുരുനാഥൻ എന്നതിലുപരി പിതൃതുല്യൻ കൂടിയാണ്. 2016 റിസർച്ച് സംബന്ധമായുള്ള ചർച്ചകളിൽ ഞാൻ സാറുമായി സംസാരിക്കുന്നത്. അതിനു മുമ്പേ എനിക്ക് അക്കാഡമിക തലങ്ങളിൽ സാറിനെ അറിയാമെങ്കിലും കൂടുതൽ അടുത്തറിയാൻ സാധിച്ചത് 2016 മുതലാണ്. 2016 റിസർച്ച് തുടങ്ങിയ കാലഘട്ടം മുതൽ 2024 ഓപ്പൺ ഡിഫൻസിൻ്റെ അന്ന് വരെ സാറ് നിരന്തരമായി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ ഗവേഷണ വിഷയം കൂടുതൽ പൂർണ്ണതയിൽ എത്തിക്കാനായി എന്നെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാർ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്നുള്ളത്. സാറിന് ലഭിക്കുന്ന ഏത് പദവിയാണെങ്കിലും അത് 100% പെർഫെക്ഷനോട് കൂടി ചെയ്യാനാണ് സാറിന് ഇഷ്ടമെന്ന് സാറിൻ്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല സാറിനെ പോലൊരു വ്യക്തിക്ക് റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക തലത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. കാരണം അത് തികച്ചും സാറിനൊരു ടെക്നിക്കലായിട്ടൊരു ടേം മാത്രമാണ്. സാറ് ഇനി SB കോളേജിൽ നിന്ന് ഇനി കുറച്ചുകൂടി വലിയ അക്കാഡമിക് ലോകത്തിലേക്ക് സാറിന് കൂടുതൽ ഇൻവിറ്റേഷൻസ് കിട്ടുകയും റിസർച്ച് ഏരിയയിൽ കൂടുതൽ മറ്റുള്ള ഗവേഷകരെ സഹായിക്കാനും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കോളേജിൻ്റെ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ല് അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ ഇത്രയും പഴക്കം ചെന്ന ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ല് എന്ന് പറയുന്നത് വളരെ ചുരുക്കം കോളേജുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇന്ത്യയിലെ 5ാം റൗണ്ട് NAAC അക്രഡിറ്റേഷൻ കഴിഞ്ഞ 3-4 കോളേജുകൾ മാത്രമേ ഇപ്പോഴും നിലവിലുള്ളൂ എന്നുള്ള സത്യം അറിയുമ്പോൾ മാത്രമേ ഈ IQAC എത്രമാത്രം പഴക്കം ചെന്നതാണ് എന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഈ കോളേജിൻ്റെ ഒന്നാമത്തെ IQAC കോർഡിനേറ്റർ നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയുള്ള സ്റ്റീഫൻ മാത്യു സാറായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ KB സാബൻ സാറാണ് IQACയുടെ കോർഡിനേറ്ററായത്. അദ്ദേഹം 2 അക്രഡിറ്റേഷൻ പീരീഡിൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെ നയിച്ച ഒരു വളരെ പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ പ്രഗത്ഭനായ ഒരു റിസർച്ച് ഗൈഡും ഒരു ശാസ്ത്രകാരനുമായ KB സാബൻ സാറ്. അദ്ദേഹം 2-3 അക്രഡിറ്റേഷൻ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എങ്കിൽ 4ാമത്തെ അക്രഡിറ്റേഷൻ ആകുന്നതിന് മുൻപ് IQAC കോർഡിനേറ്റർ, പുതിയ IQAC കോർഡിനേറ്റർ ആരാകണം എന്ന് അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ടോമി പടിഞ്ഞാറ വീട്ടിലച്ഛൻ സാബൻ സാറിനോട് ചോദിച്ചപ്പോഴേക്കും ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല, അത് നമുക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൻ്റണി സാറിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹമാണ് ശരിക്കും എന്നെ IQACയിലേക്ക് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ 3ാം റൗണ്ട് NAAC അക്രഡിറ്റേഷനിൽ റിപ്പോർട്ട് നൽകിയപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് പ്രത്യേകിച്ചും ക്രൈറ്റീരിയയ്ക്ക് പുറമെ കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഒരു റിപ്പോർട്ട് ചെയർമാൻ 2ാമത് ആവശ്യപ്പെട്ടു. ആ സമയത്ത് സാബൻ സാർ എന്നോട് പറഞ്ഞു അത് പ്രിപ്പയർ ചെയ്യുന്നത് ആൻ്റണി പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ആ ടീമിൻ്റെ കൂട്ടത്തിൽ ആ പ്രിപ്പറേഷനിൽ പങ്കെടുക്കുകയും ആ റിപ്പോർട്ടിനെ കുറിച്ച് വളരെ നല്ല ഒരു അഭിപ്രായം ചെയർമാൻ പറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് പിന്നീട് അടുത്ത IQAC കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്തായാലും ശരി, ടോമി അച്ഛൻ എന്നോട് IQAC കോർഡിനേറ്റർ ആകാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ യാതൊരു വിമുഖതയുമില്ലാതെ ഞാൻ പറഞ്ഞു IQAC കോർഡിനേറ്റർ ആയിക്കോളാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ IQAC കോർഡിനേറ്ററായി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും കോളേജുകൾക്ക് ഓട്ടോണമി നൽകുന്ന ഒരു പ്രോസസ്സ് വരികയും അതിൻ്റെ കോർഡിനേറ്ററായി എന്നെ നിയമിക്കുകയും ചെയ്തു. അതിനുശേഷം 4ാമത്തെ അക്രഡിറ്റേഷൻ വന്നു. ഈ സമയത്തൊക്കെ ശരിക്കും SB കോളേജിൻ്റെ IQAC വളരെ പഴക്കം ചെന്നതാണ്, ചരിത്രമുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും IQACക്ക് സ്വന്തമായിട്ടൊരു മുറിയോ IQACക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇരിക്കാൻ പോലും യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു ഫ്രീലാൻസിങ് വർക്ക് പോലെയായിരുന്നു ആ സമയത്ത് IQAC. എൻ്റെ കൂടെ എന്നെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സഹായിച്ചിരുന്നത് ബിജോയ് സാറാണ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ബിജോയ് സാറാണ്. സാറ് എൻ്റെ കൂടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പല ക്ലാസ് റൂമുകളിലും ഒക്കെ ഇരുന്ന് ആണ് പലപ്പോഴും പല
റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും വളരെ രാത്രി വൈകി പോലും പല റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയൊക്കെ ക്യാമ്പസിനകത്ത് താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ബിജോയ് സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ജോസഫ് ജോബ് സാർ കൂടി ഈ IQACയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി. സാറ് പിന്നീട് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായി. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോസഫ് ജോബ് സാറും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പല നല്ല ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചു. ഈ കോളേജിലെ പല പരിപാടികൾക്കും ശരിക്കും ഒരു പോളിസി ഉണ്ടാക്കുകയും സ്ട്രക്ചർ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഈ ടീമിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആദ്യമായി NIRF റാങ്കിങ്ങിൽ കോളേജിൻ്റെ ഡാറ്റ സബ്മിറ്റ് ചെയ്യുകയും ആ NIRF റാങ്കിങ്ങിൽ നമുക്ക് നല്ല 50-ൽ താഴെ റാങ്ക് ലഭിക്കുകയും ഒക്കെ ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ ഒരു അത്ര സന്തോഷകരമല്ലാത്ത ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് ആയിരുന്നു ശരിക്കും നാലാമത്തത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച കണക്കുള്ള ഒരു ഗ്രേഡ് കോളേജിന് കിട്ടിയില്ല. വന്ന ടീം വളരെ കാർക്കശ്യ സ്വഭാവമുള്ള ആളുകളായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ വീക്ക്നെസ്സസിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമുക്ക് റാങ്ക് കിട്ടത് എന്നുള്ളതാണ് സത്യം. വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു പരാതി അതുമായിട്ട് ബന്ധപ്പെട്ട് നാക്കിൽ കൊടുത്തു. അതുകൊണ്ടൊന്നും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഞങ്ങളെല്ലായ്പ്പോഴും വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ചും SB കോളേജ് എല്ലായ്പ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, കിട്ടുന്ന ഒരു ഗ്രേഡ് മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷനോ മറ്റു കാര്യങ്ങളോ നിലനിൽക്കുക. സ്ഥാപനം വിദ്യാർത്ഥികൾക്കായി എന്തുമാത്രം കമ്മിറ്റഡായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനകരമായ കൂടുതൽ കോഴ്സുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, കോഴ്സുകൾ വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട നൂതനമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്ക്, അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൈസ് ചെയ്യുന്നതിന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ആ കാലത്ത് IQAC വളരെ സജീവമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. IQACയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ ആളുകളെയും പ്രത്യേകം വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഓർക്കാം. സംസ്ഥാനത്ത് കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി കൊടുക്കുവാൻ വേണ്ടി കേരള ഗവൺമെൻറ് തീരുമാനിച്ചത് 2014 കോളേജിന് ഓട്ടോണമി വേണോ വേണ്ടയോ എന്നുള്ളത് ഒന്നാമത്തെ ഒരു പ്രശ്നമായിരുന്നു. ആ സമയത്ത് ഞാൻ കോളേജിൻ്റെ IQAC കോർഡിനേറ്ററായിരുന്നു. ഈ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ കോളേജിന് IQAC ഉണ്ടായ ആദ്യത്തെ വർഷം മുതലുള്ള IQACയുടെ മിനിറ്റ്സ് ബുക്കുകളെല്ലാം മുഴുവനായും വായിച്ചിട്ടുണ്ട്. വളരെ മുൻപ് തന്നെ UGCയും കേരള ഗവൺമെൻറ്റുമൊക്കെ കോളേജുകൾക്ക് ഓട്ടോണമി കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ SB കോളേജിന് ഓട്ടോണമസ് സ്റ്റാറ്റസ് കിട്ടണം എന്ന്, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു തീരുമാനം SB കോളേജിൻ്റെ IQAC എടുത്തിരുന്നു എന്നുള്ളത് ഞാൻ ആ മിനിറ്റ്സ് ബുക്കിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. കോളേജിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഓട്ടോണമസ് സ്റ്റാറ്റസിനുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഈ ക്യാമ്പസിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി കോളേജ് തന്നെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽ പെട്ട ആളാണ്. ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയ്ക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക് കോളേജുകൾ പോകുന്നത് ഒട്ടും താല്പര്യമുള്ള ഒരു കാലമല്ലായിരുന്നു. എങ്കിൽ കൂടി ഞാൻ ആ സംഘടനയുടെ അംഗമാണെങ്കിൽ കൂടി എൻ്റെ ഒന്നാം പ്രയോറിറ്റി കോളേജാണ്. അതുകൊണ്ട് കോളേജിൻ്റെ സ്റ്റാൻഡിനോടൊപ്പം നിൽക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഓട്ടോണമസ് സ്റ്റാറ്റസിനുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഘട്ടം ഘട്ടമായി സബ്മിറ്റ് ചെയ്തു. ഡൽഹിയിൽ നിന്ന് UGCയുടെ ഒരു കമ്മീഷൻ SB കോളേജ് വിസിറ്റ് ചെയ്തു. അവിടെ അവർക്ക് മുമ്പിൽ നമ്മുടെ കോളേജ് ഓട്ടോണമസ് ആകുന്നതിനുള്ള നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അവരുടെ മുമ്പിൽ പവർ പോയിൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്തു. ആ ടീം കോളേജിലെ മുഴുവൻ ഫെസിലിറ്റീസും വിസിറ്റ് ചെയ്യുകയും
ഒക്കെ ചെയ്തതിന് ശേഷം നമ്മോട് തന്നെ നേരിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു ഓട്ടോണമസ് കോളേജാകാനുള്ള എല്ലാ അർഹതയും ഉണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ടീം ക്യാമ്പസ് വിസിറ്റ് ചെയ്തു. അവരും ഈ കോളേജിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കണക്കെടുപ്പുകളെല്ലാം നടത്തി. ആ ടീമിനും വളരെ സംതൃപ്തിയോടുകൂടിയാണ് പോയത്. അവരും പ്രൈവറ്റായിട്ട് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഓട്ടോണമി കിട്ടാനുള്ള യോഗ്യതകളുള്ള എല്ലാമുണ്ട്, എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഒരു ടീം വരിക. ഈ ടീമും വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഈ ക്യാമ്പസിൽ നിന്ന് പോയത്. ഇതിനെല്ലാം ശേഷം കേരള ഗവൺമെൻറ് ഒരു പട്ടിക പുറപ്പെടുവിച്ചു, ഏതൊക്കെ കോളേജുകൾക്ക് കേരളത്തിൽ നിന്ന് ഓട്ടോണമസ് സ്റ്റാറ്റസ് നൽകാം എന്നുള്ളതിനെക്കുറിച്ച്. അതിനൊരു റാങ്ക് കൂടി, കിട്ടിയ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് കൂടി പബ്ലിഷ് ചെയ്തു. അതിൽ കേരളത്തിലെ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കോളേജ് സെൻറ്റ് ബർക്ക്മാൻസ് കോളേജായിരുന്നു. അത് IQSCയുടെ, ഇങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെയോ ആ കാലത്തുണ്ടായിരുന്ന IQSCയുടെ ഒരു നേട്ടമായിട്ടല്ല, കോളേജിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് 1-ാം സ്ഥാനത്തോടുകൂടി നമ്മൾ ഓട്ടോണമി എടുത്ത ഒരു കോളേജാണ് എന്നുള്ളത് വല്ലാത്ത ഒരു ഭാരം തരുന്ന ഒന്നായിട്ട് ഇപ്പം എനിക്ക് തോന്നുകയാണ്. ഒരു ഓട്ടോണമസ് കോളേജ് ആയാൽ ഒരു സ്റ്റാറ്റസ് എടുത്തത് കൊണ്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല. അതെങ്ങനെ അതിനെ നമുക്ക് ഗവൺമെൻറ് തരുന്ന ഓട്ടോണമിയെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ നന്മയ്ക്കായിട്ട് എങ്ങനെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നു, അതെങ്ങനെ ഡെലിവറി ചെയ്യുന്നു, എങ്ങനെ കുട്ടികളെ പരമാവധി നമ്മൾ കെയർ ചെയ്യുന്നു, അവരെ സാറ്റിസ്ഫൈഡായിട്ട് നോക്കുന്നു, അവർക്ക് എന്തുമാത്രം ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു, ഏറ്റവും നല്ല ജോലികൾക്ക് ഉതകുന്ന തരത്തിലുള്ള സ്കിൽസ് അവരിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഒരു സ്ഥാപനം ഓട്ടോണമസ് ആയാൽ അതിനെ വിലയിരുത്തുക. നമുക്ക് അവൈലബിൾ ആകുന്ന ഫ്രീഡം, നമുക്ക് എന്തുമാത്രം ഫ്രീഡമാണോ അനുവദിച്ച് തന്നിട്ടുള്ളത്, ആ ഫ്രീഡം പരമാവധി ഉപയോഗിച്ച് ഏറ്റവും ഇന്നൊവേറ്റീവായിട്ടുള്ള രീതിയിൽ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാംസിനെ സ്ട്രക്ചർ ചെയ്യുകയും അതിനനുസരിച്ച് അക്കാഡമിക് ആക്ടിവിറ്റിക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഉണ്ടാകുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. SP കോളേജിന് ഓട്ടോണമസ് സ്റ്റാറ്റസ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന അനനി സാറിൻ്റെ ഒരു ചിത്രമുണ്ട്. നമ്മുടെ കോളേജ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് മേടിച്ച് ഓട്ടോണമിക്ക് വേണ്ടി അപേക്ഷിച്ച കോളേജുകൾ 1-ാമത് വന്നു. അതിനുശേഷം കോളേജിന് ഓട്ടോണമസ് സ്റ്റാറ്റസ് അനുവദിച്ചു. പത്രക്കാരും നമ്മുടെ കോളേജിനെ സ്നേഹിക്കുന്നവരൊക്കെ കോളേജിലേക്ക് വന്നു. വലിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കോളേജിൽ നടക്കുക. പക്ഷേ ഈ തിരക്കുകളൊന്നും പെടാതെ ആനന്ദ സാറ് സൈഡിൽ കൂടെ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ, ഇവർക്കൊന്നും പിടികൊടുക്കാതെ സാറിങ്ങനെ സൈഡിൽ കൂടെ നടന്നൊരു ചിത്രം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഈ റോഷൻ ആൻഡ്രൂസിൻ്റെ ഉദയനാളതരത്തിൽ അവസാനം ക്ലൈമാക്സിൽ മോഹൻലാൽ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ, എല്ലാം ചെയ്തിട്ട് ശാന്തമായിട്ട് മാറിപ്പോകുന്ന പോലെ. ഒരുപക്ഷെ അന്ന് സാറിനെ പ്രിൻസിപ്പളും മാനേജറൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും പിടികൊടുക്കാതെ ഇതിനൊക്കെ പിന്നിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചെങ്കിലും ഇതിനൊന്നും ഒരു ക്രെഡിറ്റും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു നേട്ടവും എൻ്റെ ബുക്കിൽ എഴുതണ്ട എന്നുള്ള രീതിയിൽ ഒരു ക്യാമറയ്ക്കും പിടികൊടുക്കാതെ സാർ നടന്നു പോകുന്നൊരു ചിത്രം. അത് ശരിക്കും എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. ജീവിതത്തിൽ നേട്ടങ്ങളില്ലെങ്കിൽ കൂടെ അത് നമ്മുടെ സ്വന്തമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരുടെ ഒരു ലോകത്ത് സ്വന്തമായിട്ട് ഒത്തിരി കോളേജിന് വേണ്ടി ചെയ്തിട്ടും ഇതൊന്നും ഞാനല്ല ചെയ്തത്, ഇത് എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണെന്ന് പറഞ്ഞ് എല്ലാ പബ്ലിസിറ്റിയിൽ നിന്നും മാറിപ്പോകുന്നൊരു ആൻ്റണി സാറ്. ഓട്ടോണമിയെക്കുറിച്ച് പറയുമ്പോഴും കോളേജ് ഓട്ടോണമസ് സ്റ്റാറ്റസ് എത്തിയതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആൻ്റണി സാറിൻ്റെ എഫേർട്ട് ഒരിക്കലും കോളേജിന് മറക്കാൻ പറ്റത്തില്ല. ചരിത്രത്തിലെന്നും ആൻ്റണി സാർ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇങ്ങനെ നിശബ്ദമായി ചെയ്ത നിരവധി സേവനങ്ങളൊന്നും മാത്രമാണത്. നമ്മുടെ കോളേജിലെ മറ്റ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസർച്ചേഴ്സിൻ്റെയും PhD ഉള്ള ആളുകളുടെ അനുപാതവുമൊക്കെ വളരെ താഴെയായിരുന്നു. കൂടുതൽ റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പുറം ലോകം അറിയപ്പെടുകയുള്ളൂ. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കുറേയധികം കാര്യങ്ങൾ അകത്ത് ഏർപ്പെടുവാനും പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ 2005 പിന്നെ റിസർച്ചിന് രജിസ്റ്റർ ചെയ്തത്. അത് 2011 അത് സബ്മിറ്റ് ചെയ്യുകയും 2012 ആയപ്പോഴേക്കും അത് എനിക്ക് PhD അവാർഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം PhDയുടെ ഗൈഡൻസ് എനിക്ക് കിട്ടി. എനിക്ക് 6 വിദ്യാർത്ഥികളെ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ സ്റ്റുഡൻസായിട്ട് റിസർച്ച് സ്കോളേഴ്സായിട്ട് അനുവദിച്ച് കിട്ടി.
ഈ സമയത്ത് തന്നെ ഇതിനു മുൻപ് തന്നെ ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായി ഉയർത്തപ്പെടുകയും സ്റ്റീഫൻ സാറ്, അതുപോലെ തന്നെ ജേക്കബ് തോമസ് ചമ്പക്കുളം സാറ്, അതുപോലെ ജെയിംസ് ദേവസ് സാറ്, ഇവരൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ അംഗീകൃത റിസർച്ച് ഗൈഡ്സായിട്ട് അംഗീകരിക്കപ്പെട്ടു. അവരുടെയൊക്കെ കീഴിൽ റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. അവരുമൊക്കെയും PhD പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വളരുന്നത് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയായിട്ട് ഞാൻ കണ്ടു. അതിനുശേഷം വന്നത് എൻ്റെ കീഴിൽ 6 റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു റിസർച്ച് സ്കോളർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ചില പ്രായോഗികമായ ഡൊമസ്റ്റിക് ട്രബിൾസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് റിസർച്ച് നിർത്തുകയും ബാക്കി 5 ആളുകൾ എൻ്റെ കൂടെ റിസർച്ചിന് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അതിൽ 3 ആളുകൾ ഓൾറെഡി PhD അവാർഡ് ചെയ്യപ്പെട്ടു. 4ാമത്തെ ആളുടെ PhD ഓപ്പൺ ഡിഫൻസ് ഈ വരുന്ന മെയ് 10-ാം തീയതിയാണ്. 5ാമത്തെ ആൾ ഇനിയും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ PhD തീസിസ് സബ്മിറ്റ് ചെയ്യും എന്നാണ് കരുതുക. അത്രയധികം വർക്ക് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പുതുതായി ഒരു സ്കോളറെ കൂടി എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് കിട്ടി. അദ്ദേഹം കൂടി മാത്രമേ ഉള്ളൂ ഇനിയും PhD രജിസ്റ്റർ ചെയ്തവരിൽ PhD കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ബാക്കി എല്ലാവരുടെയും റിസർച്ച് കംപ്ലീറ്റ് ചെയ്തു. ഈ റിസർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ കൂടുതൽ ആളുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ചെയ്യാൻ വരികയും ആ റിസർച്ചുമായി ബന്ധപ്പെട്ട ഹാഫ് ഇയർലി പ്രസൻറ്റേഷൻസും സെമിനാറുകളും കോൺഫറൻസുകളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർഗനൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധ്യാപകർക്കും ഒരു റിസർച്ച് ചെയ്ത് PhD എടുക്കണം എന്നുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഡിപ്പാർട്ട്മെൻറ്റിലെ ജാൻസൺ സാറ്, രഞ്ജിത്ത് സാറ്, ബിനു സാറ്, ടോമച്ചൻ ഇവരെല്ലാവരും PhD ഉള്ള ആളുകളായിട്ട് മാറി. ടോമച്ചൻ റിസർച്ച് ഗൈഡായിട്ട് മാറി. അടുത്ത് തന്നെ ബിനു സാറും റിസർച്ച് ഗൈഡായിട്ട് മാറും എന്നാണ് വിചാരിക്കുക. സെബാസ്റ്റ്യൻ സാറിനും ഉടൻ തന്നെ PhD അവാർഡാവും. അങ്ങനെ വലിയ ഒരു റിസർച്ച് എന്നുള്ള നിലയിൽ വളരെ നല്ല ഒരു കൾച്ചറിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആന്റണി സാറുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് 2016 ഞാൻ റിസർച്ച് സ്കോളറായിട്ട് സാറിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ മുതലാണ്. റെസ്പെക്റ്റഡ് ഡോക്ടർ ഗബ്രിയേൽ സൈമൺ തട്ടിൽ സാറാണ് എന്നെ ആനന്ദ് സാറിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമായ PhD കംപ്ലീറ്റ് ചെയ്ത എൻ്റെ സന്തോഷത്തിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ അതിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ പ്രിയ ഗൈഡായിട്ടാണ് ആനന്ദ് സാറിനെ ഞാൻ കാണുന്നത്. സാറിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആദ്യമായി ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ് കടന്നു വരുന്നത്. റിസർച്ചിൻ്റെ പല ഘട്ടങ്ങളിലും ഒരപ്പൻ മകനെ വഴക്ക് പറയുന്നത് പോലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം, ഇന്ന രീതിയിൽ കറക്ഷൻസ് വരുത്തണം, അല്ലെങ്കിൽ വർക്കിൽ സാക്രിഫൈസ് പാടില്ല എന്നൊക്കെ അഡ്വൈസ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫാദറിനെ ഞാൻ കാണുന്നു. റിസർച്ച് മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും എൻ്റെ സ്ട്രെങ്തുകളും ലിമിറ്റേഷൻസും തിരിച്ചറിയുന്ന ഒരു നല്ല ഫ്രണ്ടിനെയും ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. എൻ്റെ സ്ട്രോങ് പോയിന്റ്സിൽ കൃത്യമായി ഫോക്കസ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ലിമിറ്റേഷൻസ് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഓരോ സാഹചര്യത്തിലും അതെങ്ങനെ ഓവർകം ചെയ്യണം എന്ന സ്ട്രാറ്റജികൾ കൃത്യമായി അഡ്വൈസ് ചെയ്തു തരികയും ചെയ്യുന്ന നല്ലൊരു മെൻറ്റർ കം ഫ്രണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ എൻ്റെ റീഡിങ്ങിലുള്ള ഡിഫിക്കൽറ്റി തിരിച്ചറിഞ്ഞ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി ആർട്ടിക്കിൾസ് കേട്ട് എൻ്റെ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യത്തിന് സമയം അനുവദിച്ചു തന്ന ആന്റണി സാറിൻ്റെ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ റിസർച്ചിൻ്റെ ഓരോ ഘട്ടത്തിലും റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ഡിഫൻസ് കഴിയുന്ന സ്റ്റേജ് വരെ ഓരോ ഘട്ടത്തിലും കൃത്യമായ ഇടപെടലുകൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. സാറിൻ്റെ ഈ റിട്ടയർമെൻറ്റ് അവസരത്തിൽ
എനിക്ക് പറയാനുള്ളത്, സാറിൻ്റെ വർക്കഹോളിക് മൈൻഡ് പ്ലസ് ഹ്യൂമൻ ക്വാളിറ്റീസ് റിട്ടയർമെൻറ്റിന് ശേഷവും അതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് എടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ചെറിയ ഒരു കാലഘട്ടത്തിൽ കോളേജിലെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ പല അധ്യാപകർക്കും മൈനർ റിസർച്ച് UGC സ്പോൺസേഡ് ആയിട്ടുള്ള ഫണ്ടഡ് ആയിട്ടുള്ള മൈനർ റിസർച്ച് പ്രോജക്റ്റുകൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2015 UGCയുടെ ഒരു മേജർ റിസർച്ച് പ്രോജക്റ്റ് എനിക്ക് അനുവദിച്ച് കിട്ടി. അത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുകയും അതൊരു പുസ്തകമായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് വ്യക്തിപരം മാത്രമല്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ റിസർച്ച് പ്രോജക്റ്റ് UGC ഫണ്ടഡ് ആയിട്ടുള്ള ഒരു മേജർ റിസർച്ച് പ്രോജക്റ്റ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയ മൈൽ സ്റ്റോൺ അച്ചീവ്മെൻ്റായിട്ട് കരുതപ്പെടാവുന്ന ഒരു കാര്യമാണ്. കാരണം വളരെ ചുരുക്കം കോളേജുകളിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രമേ ഇതുപോലെ മേജർ റിസർച്ച് പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ചും ഫണ്ടഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ്. അത്തരത്തിൽ അത് വലിയ ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസർച്ച് വർക്ക്ഷോപ്പ് 2021 ജൂലൈ 18 നമുക്ക് തുടങ്ങുവാനായിട്ട് സാധിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനാലിസിസിൻ്റെ SPSS ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ അനാലിസിസിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ചെയ്തത്. ആ സമയത്ത് ഈ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ സഹകരണം എനിക്ക് ഓർക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ കോർഡിനേറ്ററായിട്ട് സെബാസ്റ്റ്യൻ സാറുണ്ടായിരുന്നു. ഈ വർക്ക്ഷോപ്പ് പാമ്പാടി KG കോളേജും അതുപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് അസോസിയേഷനുമായി സഹകരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ഇങ്ങനെയൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ബ്രോഷർ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ദിവസം കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടതായി വന്നു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ്. കാരണം നമുക്ക് ആ കാലഘട്ടത്തിൽ ഓൺലൈനായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഇതിനൊക്കെയും പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ആളുകളെ നമുക്ക് ഇതിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഏകദേശം 700-നടുത്ത് ആളുകൾ 2 ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തപ്പോൾ ഇനിയും പുതിയ ആളുകളെ നമുക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടായി. ഇതിൻ്റെ ഈ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഒരു പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 14 സ്റ്റേറ്റുകളിൽ നിന്നുള്ള പല പ്രമുഖ യൂണിവേഴ്സിറ്റികളെ, അത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസേഴ്സ്, അവിടുത്തെ റിസർച്ച് സ്കോളേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് പ്രധാനമായും അതിൽ രജിസ്റ്റർ ചെയ്തത്. ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും നമ്മുടെ വർക്ക്ഷോപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ആളുകളെല്ലാം തന്നെ വളരെ സജീവമായി പങ്കെടുത്തു എന്നുള്ളത് വളരെ ഒരു ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിലെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം സെബാസ്റ്റ്യൻ സാറിനായിരുന്നു. ഇന്ത്യൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ്റെ ആലപ്പുഴ ചാപ്റ്ററിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് ചന്ദ്ര, ആലപ്പുഴ SD കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അദ്ദേഹവും പാമ്പാടി KG കോളേജിൻ്റെ കൊമേഴ്സ് വിഭാഗം മേധാവി മിനി ജോസഫും ഇവർ രണ്ടുപേരും ജോയിൻറ്റ് കോർഡിനേറ്റേഴ്സായിട്ട് ഈ പ്രോഗ്രാമിലുണ്ടായിരുന്നു. 10 ദിവസങ്ങളായിട്ട് നടന്ന പ്രോഗ്രാമിൽ ഏതാണ്ട് ഓൺ ആൻ ആവറേജ് 300-ലധികം ആളുകൾ ദിവസവും പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനാലിസിസ് എന്നെ സിംപ്ലിഫൈഡായി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും കൂടുതൽ ആളുകൾ അത് പഠിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ പ്രോഗ്രാമിൻ്റെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അസൈൻമെൻറ്റുകൾ കൊടുക്കുമായിരുന്നു. ആ അസൈൻമെൻറ്റുകൾ തിരിച്ചു വാങ്ങിച്ച് അതിൻ്റെ പോരായ്മകൾ അവരുടെ പാർട്ടിസിപ്പൻസിന് പറഞ്ഞു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിന് 10ാമത്തെ ദിവസം അവസാനമായിട്ട് ഇത് നമ്മോടൊപ്പം നമ്മുടെ സെമിനാറിലെ സൈമൺ സാറ്, അതുപോലെ തന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഴയ HOD ആയിരുന്ന സ്റ്റീഫൻ സാറ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സെമിനാറിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മോടൊപ്പം ചേരുകയും ഈ ആളുകൾക്കൊക്കെ പങ്കെടുത്ത ആളുകൾക്കൊക്കെ റിസർച്ചുമായി ബന്ധപ്പെട്ട പുത്തൻ ചില വിവരങ്ങളൊക്കെ കൈമാറുകയും ചെയ്തത് വളരെ സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. 2002 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാനിവിടെ SB കോളേജിൻ്റെ നേവൽ NCC യൂണിറ്റിൻ്റെ ഓഫീസറായിട്ട് ജോലി ചെയ്യാനുള്ള വളരെ വലിയ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. 2003 ശരിക്കും നേവൽ NCCയുടെ ഒഫീഷ്യൽ ട്രെയിനിങ്ങിനായി 3 മാസത്തേക്ക് ഞാൻ കൊച്ചിയിലേക്ക് പോയത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായി തന്നെ കാണുകയാണ്. കാരണം ഓൾ ഇന്ത്യ തലത്തിലുള്ള പല ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ടൊക്കെ പരിചയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോഴും അവരുമായിട്ട് പരിചയം നിലനിർത്താനും ഒക്കെ ഉള്ള വലിയ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഫൈ കേരള നേവൽ NCC യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാണ് SB കോളേജ് NCC യൂണിറ്റ് വർക്ക് ചെയ്യുക. അതിലുള്ള എല്ലാ തരത്തിലുള്ള ഓഫീസേഴ്സുമായും വളരെ സൗഹൃദപരമായ ഒരു അടുപ്പം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച നേവൽ NCC യൂണിറ്റ് എന്നുള്ളൊരു ഖ്യാതി ആ കാലത്ത് SB കോളേജിൻ്റെ NCC യൂണിറ്റിന് കിട്ടി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഫൈ കേരള നേവൽ NCC യൂണിറ്റ് യൂണിറ്റിൽ നിന്നും എല്ലാ വർഷവും RD പരേഡിന് 3 ആളുകൾ പങ്കെടുക്കുമ്പോൾ അതിൽ മിക്ക വർഷങ്ങളിലും 2 വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജിൽ നിന്നായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ കോളേജിൽ നിന്ന് ഇവിടെ BSc ഫിസിക്സിൽ പഠിച്ച ആൻ്റണി ഷെല്ലി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഓൾ ഇന്ത്യ തലത്തിലെ ഏറ്റവും നല്ല മികച്ച RD പരേഡിൽ പങ്കെടുക്കുന്ന ഏറ്റവും മികച്ച 2ാമത്തെ വിദ്യാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ വലിയൊരു നേട്ടമായിരുന്നു. കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു നേട്ടമായിരുന്നു. ഇതുപോലെ തന്നെ ധാരാളം നേവൽ NCCയിലും നേവൽ യൂണിറ്റിലും അതുപോലെ തന്നെ ആർമിയിലും എയർഫോഴ്സിലുമൊക്കെയുള്ള ഓഫീസേഴ്സിനെ നമ്മുടെ യൂണിറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നേവിയിലെ വളരെ ഉയർന്ന കമാൻഡർ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ഇവിടെ നേവൽ NCC യൂണിറ്റിലെ ചാർജിലിരിക്കുമ്പോൾ ANO ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് 2 തവണ ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് നമ്മുടെ കോളേജിനുള്ളിൽ വെച്ച് നടത്തുകയും എല്ലായ്പ്പോഴും നമ്മുടെ ഫയറിംഗ് റേഞ്ച് എല്ലാ ക്യാമ്പുകൾ വരുമ്പോഴും വിദ്യാർത്ഥികളെ ഷൂട്ടിംഗ് പ്രാക്ടീസ് നൽകുന്നതിനുമൊക്കെ നമ്മുടെ റേഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള NCCയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് 30 വിദ്യാർത്ഥികളെയും കൊണ്ട് സൈക്കിൾ എക്സ്പെഡിഷൻ നടത്തിയിട്ടുണ്ട്. വളരെ നേവൽ യൂണിറ്റ് കൊച്ചിയിലെ നേവൽ ബേസിൽ പോയി ഒരു ദിവസം താമസിക്കുകയും അതിനുശേഷം തിരിച്ച് ആ സൈക്കിളുമായി വിദ്യാർത്ഥികളുമായിട്ട് തിരിച്ചു വരികയും, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയുടെ കിടങ്ങറായിൽ നിന്ന് കൊല്ലത്തേക്കും അതിനുശേഷം കൊച്ചിയിലെ നേവൽ ബേസിലേക്കും സെയിലിംഗ് എക്സ്പെഡിഷനും പുള്ളിംഗ് എക്സ്പെഡിഷനും നടത്തി ഫൈ കേരള നേവൽ NCC. അതിൽ ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും നമ്മുടെ SB കോളേജിലെ നേവൽ NCC യൂണിറ്റിലെ വിദ്യാർത്ഥികളായിരുന്നു. ആ കാലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും മറക്കാനാകാത്ത ഒരു കാര്യമാണ്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കേഡറ്റ്സിനെ പോലെ തന്നെ ഞാനും ആ കാലത്തെ ഇക്കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. സെയിലിംഗ് എക്സ്പെഡിഷൻ്റെ ഒക്കെ ചാർജ് ആ സമയത്ത് എനിക്കായിരുന്നു. അതുകൊണ്ട് ഈ സമയത്തെല്ലാം വിദ്യാർത്ഥികളുടെ കൂടെ പുള്ളിങ്ങിനും സെയിലിങ്ങിനും ഒക്കെ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ചില മൗണ്ടനിയറിങ് ട്രെയിനിങ്, അതുപോലെ തന്നെ ട്രെക്കിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ NCC യൂണിറ്റിൻ്റെ ഭാഗമായി
കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണുമ്പോഴും വളരെ അവർ ഓർത്തിരിക്കുന്ന കാര്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം വളരെയധികം മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.